നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 92ാമത് ഓസ്കാർ വേദിയിൽ സുപ്രധാന നേട്ടവുമായി ജോക്കർ തിളങ്ങുകയുണ്ടായി. മികച്ച നടനുള്ള പുരസ്കാരം ജോക്കറിലെ അഭിനയത്തിലൂടെ വാക്കിൻ ഫിനിക്സ് നേടിയിരിക്കുകയാണ്. റെനി സെൽവഗറാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജൂഡിയിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത് തന്നെ. ഞാൻ പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട്. എനിക്ക് രണ്ടാം തവണ അവസരം നൽകിയ എല്ലാവരോടും നന്ദി. അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത്. നാം പരസ്പരം വിജ്ഞാനം പങ്കുവയ്ക്കണം, പരസ്പരം സഹകരിച്ചും സഹായിച്ചും മുന്നോട്ട് പോകണം എന്നും വാക്വിൻ ഓസ്കാർ വേദിയിൽ പറയുകയുണ്ടായി. മികച്ച നടിയായി റെനെ സെൽവഗറെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കുമാണ് റെനെ സെൽവഗർ പുരസ്കാരം സമർപ്പിച്ചത് തന്നെ. ലോകത്തെ കുടിയേറ്റക്കാർക്കും റെനെ തന്റെ പുരസ്കാരം സമർപ്പിക്കുകയുണ്ടായി. മികച്ച സഹനടനായി ബ്രാഡ് പിറ്റിനെ തെരഞ്ഞെടുത്തു. വൺസ് അപ്പോൺ എ ടൈം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ബ്രാഡ് പിറ്റ് പുരസ്കാരത്തിന് അർഹനായത് തന്നെ. മികച്ച ആനിമേറ്റഡ് ചിത്രമായി ടോയ് സ്റ്റോറി 4 തിരഞ്ഞെടുക്കുകയും ചെയ്തു. മികച്ച ആനിമേറ്റഡ് ഹ്രസ്വ ചിത്രം ഹെയർ ലവ്. മികച്ച തിരക്കഥയ്ക്ക് ദക്ഷിണ കൊറിയൻ ചിത്രം പാരസൈറ്റിന് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ബോങ് ജോ ഹോയും ഹാൻ ജിൻ വോണും ചേർന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മികച്ച അവലംബിത തിരക്കഥയ്ക്ക് ജോജോ റോബർട്ടിന് പുരസ്കാരവും കിട്ടി. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ദ നെയ്ബേഴ്സ് വിൻഡോ. ലോകമെങ്ങുമുള്ള ജോക്കർ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ജോക്കറിനെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ വാക്കിൻ ഫിനിക്സ് മികച്ച നടനായി മാറി. മികച്ച നടന് പുറമെ ജോക്കർ ഒരു പുരസ്കാരം കൂടി സ്വന്തമാക്കി. ഹിൽഡൻ ഹുഡ്നഡോട്ടർ മികച്ച സംഗീത സംവിധാനത്തിലുള്ള പുരസ്കാരം നേടി. പാരസൈറ്റിനും ജോക്കർക്കും പുറമെ തിളങ്ങി നിന്ന മറ്റൊരു ചിത്രം യുദ്ധത്തിന്റെ കഥ പറഞ്ഞ 1917 11 നോമിനേഷനുകൾ ലഭിച്ച ചിത്രം മൊത്തം 3 പുരസ്കാരങ്ങളാണ് നേടിയത്. മികച്ച ഛായാഗ്രഹണം, മികച്ച സൗണ്ട് മിക്സിംഗ്, മികച്ച വിഷ്വൽ എഫക്ട്സ് എന്നിവ നേടി. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലാണ് ചടങ്ങ് നടന്നത്. മുഴുനീളവും അവതാരകർ ഇല്ലാതെയാണ് ഓസ്കാർ ചടങ്ങുകൾ നടക്കുന്നത്. 24 വിഭാഗങ്ങളിലാണ് പുരസ്കാരം നൽകിയത്. 11 നാമനിർദ്ദേശങ്ങളുമായി ജോക്കറാണ് പട്ടികയിൽ മുന്നിൽ തന്നെ നിന്നത്. 10 വിഭാഗങ്ങളിൽ നാമനിർദ്ദേശവും 1917, ഐറിഷ്മാൻ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് തുടങ്ങിയ ചിത്രങ്ങൾ തൊട്ടു പിന്നുണ്ട്. മികച്ച ചിത്രത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കൊറിയൻ ചിത്രം പാരസൈറ്റും ശ്രദ്ധാകേന്ദ്രമായി. ഗോൾഡൻ ഗ്ലോബ്, ബാഫ്റ്റ വേദികളിൽ തിളങ്ങിയ ചിത്രങ്ങൾക്ക് തന്നെയാണ് ഓസ്കാർ വേദിയിലും പ്രാമുഖ്യം നേടിയത്. സാങ്കേതിക വിഭാഗത്തിലെ 3 പ്രധാന പുരസ്കാരം 1917 ലഭിക്കുകയുണ്ടായി. 1917 ഛായാഗ്രഹണത്തിന് റോജർ ഡുക്കിൻസിന് പുരസ്കാരം നേടി. 90 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അന്യഭാഷാ ചിത്രം ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് അടക്കി വാണിരിക്കുകയാണ്. തെക്കൻ കൊറിയയിലെ അസമത്വത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ പാരസൈറ്റ് അന്താരാഷ്ട്ര തലത്തിൽ തല ഉയർത്തി നിൽക്കുകയും ചെയ്തു. സംവിധായകൻ മോൻ യു ഹോങ്ക്ക് കയ്യടി നൽകാം. മികച്ച സിനിമയ്ക്കും മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനും മികച്ച സംവിധായകനുള്ള അവാർഡുകൾ അടക്കം മൊത്തം 4 അവാർഡുകളാണ് പാരസൈറ്റ് നേടിയത് തന്നെ. മികച്ച തിരക്കഥയ്ക്കാണ് 4ാമത്തെ അവാർഡ്. മികച്ച ചിത്രവും മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരങ്ങൾ ഒന്നിച്ചു നേടുന്ന ആദ്യ ചിത്രമാണ് പാരസൈറ്റ്. സാമൂഹിക അസമത്വമാണ് പാരസൈറ്റിലൂടെ സംവിധായകൻ ചർച്ചയ്ക്ക് വെച്ചത്. ലോകത്ത് എവിടെയാണെങ്കിലും സാമൂഹിക അസമത്വത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ പൊതുഘടകം തന്നെയാണ് പാരസൈറ്റിനെ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യമാക്കുന്നതെന്നാണ് സംവിധായകൻ പറഞ്ഞത്. ഉദ്ദിഷ്ടകാര്യം നേടിയെടുക്കാൻ ഉന്നതിയിൽ ജീവിക്കുന്നവരെ പ്രീണിപ്പിക്കുന്ന കാപട്യത്തിലേക്ക് ചിത്രം വെളിച്ചം വീശുന്നു. കൊറിയൻ സമൂഹത്തിലെ ഗ്രാമീണ പ്രാന്ത പ്രദേശങ്ങളിലെ സാമൂഹ്യ വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലൂടെയാണ് കഥ സഞ്ചരിച്ചത്. സമൂഹത്തിലെ ഒരു വിഭാഗം അധ്വാനിക്കാൻ തയ്യാറാകാതെ പരഭോജികളായി നിലനിൽക്കുന്നു എന്ന ആക്ഷേപം സംവിധായകൻ ഉന്നയിക്കുകയും ചെയ്യുന്നു. ആക്ഷേപ ഹാസ്യ ഗണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വിമർശനാത്മക ചിത്രമായി ഈ സിനിമയെ നമുക്ക് വിലയിരുത്താം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.